മാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ കനകയും ഗോവിന്ദനും മുത്തശ്ശിയൊക്കെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട് നമ്മൾ ആദർശം അങ്ങനെ തെറ്റൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദർശമാണെങ്കിൽ പിന്നെ നമ്മൾ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ ആയിട്ട് ആദർശ് വരുന്നുണ്ട്. അങ്ങനെ നയന പറയുകയാണ് ആദർശിൻ്റെ അടുത്ത്, അച്ഛനും അമ്മയൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ചന്തമോളെ കുറിച്ച് അറിയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണെന്നൊക്കെ ഇങ്ങനെ നയന പറയും കേട്ടോ. അപ്പം ആദർശ് അതൊന്നും കാര്യമാക്കി എടുക്കാതെ ആദർശ് പറയുന്നുണ്ട്, നീ ഒന്ന് അകത്തേക്ക് വന്നേന്ന് പറഞ്ഞു നയന ആദർശം കൂടെ അകത്തോട്ട് ചെല്ലുമ്പോൾ ഹാളിൽ എല്ലാ ആൾക്കാരും നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ജയൻ ആദർശിൻ്റെ അടുത്ത് ചോദിക്കും, നീ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പം ആദർശ് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ അതിന് പോയാന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പം ആദർശാണെങ്കിൽ അഭിയെ നല്ല ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം അഭിയും ആണെങ്കിൽ ആദർശം ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പയ്യെ തല താഴോട്ട് കുനിച്ച് അഭിയും നിൽക്കുന്നുണ്ട്. അങ്ങനെ ആദർശം പിന്നെ നയനയും പോയതിന് ശേഷം അഭിയെടുത്ത് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് നിന്നെ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പോൾ അഭി പറയും, എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് നിൽക്കും. പിന്നെ ഇവർ നേരെ കാണിക്കുന്ന ഒരു മുത്തശ്ശൻ്റെ അടുത്ത് പോകും. അതിനെ ആദർശം കൂടി മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുക കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് പറയും, ഇപ്പം ഇവിടെ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മനഃപൂർവ്വം ഇവിടെ നിന്ന് മാറി നിന്നതാണെന്നൊക്കെ അങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം മാറിയതല്ല, എന്നെ കിരൺ വിളിച്ചിട്ട് ഞാൻ പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയും. DNA ടെസ്റ്റിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ചന്തുമോളെ അച്ഛൻ ഞാനല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനകത്ത് ഇപ്പോൾ അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട്. അതെല്ലാം എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് പറയും. ഇപ്പം ആദർശ് പറയും, എന്നാൽ പിന്നെ ആ മുത്തശ്ശന് അത്ഭുതപ്പെടുന്നൊരു കാര്യം ഞാൻ പറയാം, പിന്നെ ചന്തമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴും മുത്തശ്ശന് വലിയ കുലുക്കമൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ മുമ്പ് പ്രതീക്ഷിച്ച കാര്യങ്ങളാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയും. അപ്പം നമ്മൾ മുമ്പ് അനഘയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഇവനാണെന്നുള്ള സംശയം എനിക്ക് ഉണ്ടായിരുന്നെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇപ്പം എല്ലാവരും മുമ്പിൽ അവൻ തൻ്റെ ഉയർത്തിപ്പിടിച്ചിലേ നിൽക്കുന്നത്, അതിനി പറ്റത്തില്ല, ഇതെല്ലാവരെയും അറിയിക്കണമെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. പിന്നെ മുത്തശ്ശനും നയനയൊക്കെ പറയുന്നുണ്ട്, ഇതിപ്പം ആരുടെ പറയരുതെന്നൊക്കെ ഇങ്ങനെ പറയും ആദർശിൻ്റെ അടുത്ത്. അപ്പോൾ ആദർശ് പറയും, അത് പറ്റത്തില്ല എന്നൊക്കെ പറയും. ഇപ്പം അവർ പറയും, മുത്തശ്ശനും നയനയും പറയും, ഇപ്പം നവ്യ വന്ന് കയറിയതല്ലേ ഉള്ളൂ, അപ്പോൾ ആ സന്തോഷം കളയണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും, നല്ലൊരു ദിവസമല്ലേ എന്നൊക്കെ പറയും. നയനയൊക്കെ വീണ്ടും പറയും, അത് പറയില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദർശ് പറയും, അത് പറ്റത്തില്ല, മുത്തശ്ശൻ ഇത്രയും നാൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇതെനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആദർശാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശന് പെട്ടെന്നൊരു നെഞ്ചുവേദനയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആദർശം നയനയും കൂടെ മുത്തശ്ശൻ്റെ അടുത്തിട്ട് ഓടി ചെന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി മുത്തശ്ശ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശന് പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ പറഞ്ഞത് നീ കേട്ട് അനുസരിച്ചിട്ടില്ലേ, ഇതും കൂടെ ഒന്ന് അനുസരിക്കണം, പിന്നെ ചന്തുമോൾ ഇപ്പം അബിയുടെ കുട്ടിയാണെന്ന് ആർക്കും പറയണ്ട എന്നൊക്കെ ഇങ്ങനെ അബിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തുമോളെ കൊല്ലാനും അബി മടിക്കില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ആദർശൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ്. അങ്ങനെ സംഭവിച്ചുകൂടല്ലോ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പം നയനയും ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയൊക്കെ നയനയും പറയുന്നുണ്ട്. അങ്ങനെ നയനയും പറയുന്നുണ്ട്, നവ്യേച്ചി കുഞ്ഞുമായിട്ട് സന്തോഷത്തോടെ വന്നതാണ്, അപ്പോൾ ഈ ഒരു കാര്യം നവ്യേച്ചി അറിയുകയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നവ്യേച്ചി തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്നൊക്കെ ഇങ്ങനെ നവ്യ ആദർശനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് മറച്ചു വയ്ക്കണമെന്ന് നയനയും മുത്തശ്ശനൊക്കെ ആദർശനോട് പറയുന്നുണ്ട്. അപ്പം ആദർശന് നിവൃത്തിയില്ലാതാണെങ്കിൽ ആദർശൻ ഇതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അബിക്കാണെങ്കിൽ ആ കുട്ടിയുടെ തൊട്ടും സ്നേഹമില്ല, അതുപോലെ ആവരുത് നീ ആ കുട്ടിയെ സ്നേഹിക്കണം, നയന ചന്തുമോൾ അമ്മയായത് കണക്ക് തന്നെ നീ ചന്തുമോളുടെ അച്ഛനാവണമെന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നവ്യാണെങ്കിലും പറയുന്നുണ്ട്, അയാൾ മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചല്ലേ നടന്നിരുന്നത്, ഇപ്പോൾ അയാൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ വരണം, നടക്കേണ്ട തൊട്ടായിരിക്കും ഇങ്ങനെ ഒളിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മളെ ജലജയാണെങ്കിൽ ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ജലജയും അങ്ങ് സംസാരിക്കും. അപ്പോൾ നമ്മൾ ആദർശം നയനയാണെങ്കിൽ അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്താ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയും, ഞാൻ ഒഴിഞ്ഞു മാറി നടന്നതെന്നല്ല, എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെന്ന് പറയും, അതെനിക്ക് മാറി നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയും. അപ്പോൾ ജലജ പറയും, ഇനിയിപ്പോൾ നിനക്ക് ഇങ്ങനെ ഓരോ സമയത്തൊക്കെ മാറി നിൽക്കേണ്ടി വരുമെന്നൊക്കെ ജലജ ഇങ്ങനെ കുത്തിക്കൊണ്ട് ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ അടുത്തത് ഗോവിന്ദൻ പറയും, മോനൊന്ന് വന്നേ, എനിക്ക് മോൻ്റെ അടുത്തൊന്ന് സംസാരിക്കാണ്ടെന്ന് പറയുമ്പം നയന പറയും, അച്ഛൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയും. അപ്പം പിന്നെ ഗോവിന്ദൻ പറയും, ആദർശനോട് സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഗോവിന്ദൻ പോകുന്നുണ്ട് കേട്ടോ. കനകയാണെങ്കിൽ അവിടെ നല്ല വിഷമിച്ച് സങ്കടത്തോടെ ഇരിക്കുവാണ്. അപ്പോഴത്തേക്ക് കനകയാണെങ്കിൽ നയനയുടെ കൈ പിടിച്ചിട്ട് അങ്ങ് കരഞ്ഞുകൊണ്ട് പറയും, പിന്നെ ആദർശനെ ഞങ്ങൾ ഇങ്ങനെയല്ല മോളെ വിചാരിച്ചിരുന്നതെന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ കനക പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മൾ ജാനകിയും പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന്, ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുമെന്ന് ഞങ്ങളും ഒന്നും വിചാരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അനി പറയുന്നുണ്ട്, അമ്മ കൂടുതലൊന്നും പറയണ്ട, ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റുകൾ ചെയ്യത്തൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എന്താ നിഷേധിക്കാത്തതെന്നൊക്കെ ജാനകി പറയുന്നുണ്ട്.
അപ്പോൾ അജയൻ പറയും അതിനെന്തെങ്കിലും കാരണം കാണുമെന്ന് പറയും. പിന്നെ ജലജ ഇതിൻ്റെ ഇടയ്ക്കൂടെ പറയും എൻ്റെ മോനാണ് ഇതുവരെയ്ക്കുള്ള തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നല്ലേ എല്ലാവരും പറയുന്നത്, അവനാണ് പെണ്ണ് പിടിയണമെന്നൊക്കെ അല്ലേ എല്ലാവരും പറഞ്ഞതെന്നൊക്കെ ജലജ പറയും. അപ്പോൾ ഇതിനെക്കാട്ടി വലിയ തെറ്റാണല്ലോ ആദർശ് ചെയ്തിരിക്കുന്നത്, മൂർത്തി ജ്വല്ലേഴ്സിൻ്റെ MD എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുന്നുണ്ട് കേട്ടോ. ദേവയാനിക്കും ജയനും ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. അവരും ഇതെല്ലാം കേട്ടിട്ട് അവിടെ ഇങ്ങനെ മിണ്ടാതിരിക്കുക. എന്തിനാ ആദർശിനടുത്ത് സംസാരിക്കുന്നുണ്ട്, ആദർശ് മോനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല, എന്തിനാ മോനെ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചിട്ട് എൻ്റെ നയന മോളെ കല്യാണം കഴിച്ചത് എന്നൊക്കെ, മോനിക്ക് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതൊന്നും അല്ലല്ലോ മോന്, മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു നവ്യയെ പെണ്ണാണാൻ വേണ്ടിയൊക്കെ മോൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഇങ്ങനൊരു തെറ്റ് ചെയ്തിട്ട് എന്തിനാ മോനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തിനാ ഒരു തെറ്റ് ചെയ്തത്, അത് വലിയൊരു തെറ്റ് തന്നെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദർശിൻ്റെ അടുത്ത്. ആദർശനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് തുറന്ന് പറയാനും പറ്റുന്നില്ല, ഇവർ പറയുന്നതെല്ലാം മിണ്ടാതെ ആദർശ് കേട്ടുകൊണ്ട് നിൽക്കുകയാണേ. പിന്നെ നമ്മൾ നയന അവരുടെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നയന പറയും, അച്ഛൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ആദർശേട്ടനെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. പിന്നെ അതുപോലെ ആദർശേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. ആദർശേട്ടൻ ആദ്യം പറഞ്ഞത് എൻ്റെ അടുത്ത്. അപ്പം ഒരാൾ നമ്മൾക്ക് തെറ്റേറ്റ് പറയുമ്പോൾ അത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുകയല്ല അല്ലേ വേണ്ടെന്നൊക്കെ ഇങ്ങനെ നയന അച്ഛനടുത്ത് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഗോവിന്ദൻ പറയുന്നുണ്ട് കേട്ടോ, മോളെ നിനക്ക് ഇങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനൊക്കെ കഴിയത്തുള്ളൂ, മോളെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടികളൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയേനെന്നൊക്കെ ഇങ്ങനെ പറയും. നയന പറയുന്നുണ്ട്, ചന്തുമോള് എന്നെ കണ്ട അന്ന് തൊട്ടേ നയനാമ്മ എന്നാണ് വിളിക്കുന്നത്, ഞാനും ആ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം ഗോവിന്ദൻ പറയും, മോളെ കുഞ്ഞല്ലല്ലോ അത്, ആദർശല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ, മോളെ സ്വന്തം കുഞ്ഞല്ലല്ലോ എന്നൊക്കെ പറയും. അതിനെ പറയും, എൻ്റെ സ്വന്തം കുഞ്ഞല്ലെങ്കിലും ആ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് അച്ഛൻ ഞാൻ സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കിട്ടും ഗോവിന്ദന് നല്ല സങ്കടമുണ്ട് കേട്ടോ. ഗോവിന്ദൻ ആദർശിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒന്നും അറിയാത്ത എൻ്റെ കുഞ്ഞിനോട് ഇത്രയും വലിയ തെറ്റ് ചെയ്തത് ഒരിതായിപ്പോയെന്നൊക്കെ ഇങ്ങനെ വലിയൊരു തെറ്റായിപ്പോയെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. സങ്കടത്തോടെയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ നല്ല വിഷമത്തോടാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിൽ നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അപ്പം നയനയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് അച്ഛൻ്റെ അടുത്തെങ്കിലും സത്യാവസ്ഥ പറയാമായിരുന്നല്ലോ എന്നൊക്കെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നയന വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, എന്തിനാണ് സത്യം അറിഞ്ഞിട്ട്, ഇപ്പം സത്യം അറിഞ്ഞിട്ട് ഞാനും മുത്തശ്ശേട്ടൻ്റെ കൂടലേ നിൽക്കുന്നത്, പിന്നെന്താ ആദർശേട്ടൻ എന്നൊക്കെ നയന ചോദിക്കുന്നുണ്ട്. പിന്നാണെങ്കിൽ ആദർശനാണെങ്കിൽ എല്ലായിടത്തും സത്യം വിളിച്ച് പറയണമെന്നുണ്ടെന്ന്, പക്ഷേ എന്ത് ചെയ്യാൻ, ആദർശനും സത്യം വിളിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ത്യാഗമൊക്കെ ചെയ്യാം, പക്ഷേ മറ്റൊരാളെ വിഴുപ്പ് ചുമക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ. ആദർശ് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. അപ്പോൾ നയന പറയും, നവ്യേച്ചി ഭയങ്കര സന്തോഷത്തിലാണ് കുഞ്ഞിനെയും കൊണ്ടൊക്കെ ഇങ്ങോട്ട് വന്നത്, ഇപ്പം ഇത് സത്യാവസ്ഥകൾ അറിയുകയാണെങ്കിൽ നവ്യേച്ചി കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെയൊക്കെ തിരിച്ചു പോകുമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. പിന്നെ ഞാനും മുത്തശ്ശനൊക്കെ ആദർശേട്ടൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പമൊന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നാണെങ്കിൽ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനോട് വന്ന് പറയുന്നുണ്ടായിരുന്നു, ആദർശന് എല്ലാവരുടെ മുന്നിൽ നിൽക്കാൻ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ആദർശന് എല്ലാവരും മുമ്പിൽ നിൽക്കാനെന്ന് പറയും. അപ്പം മുത്തശ്ശൻ പറയും, എന്നാൽ പിന്നെ അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് എല്ലായിടത്തും പറയാമെന്ന് പറയും. അപ്പോൾ എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കും. അപ്പം മുത്തശ്ശൻ പറയും, ഞാൻ തന്നോടൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ, പിന്നെ ആദർശ് അറിഞ്ഞിട്ടുണ്ട് ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള കാര്യം ആദർശ് അറിഞ്ഞിട്ടുണ്ടെന്ന് പറയും. പക്ഷെ എല്ലാവരും മുമ്പിൽ നിന്ന് മാറി നിന്നതൊന്നുമല്ല, കിരൺ വിളിച്ചിട്ട് പിന്നെ ആദർശ് പോയതാണെന്ന് പറയും. കിരണിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഫോറൻസ് ലാബിൽ, അങ്ങനെ മോളുടെ DNA റിപ്പോർട്ടൊക്കെ അവിടെ ലാബിൽ കൊടുത്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ അഭിയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഉള്ള സത്യം അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് അവൻ ഇവിടെ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി അവിടെയൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി പറയും, അവൻ്റെ കർണം അടിച്ച് പൊട്ടിക്കണമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, കർണം അടിച്ച് പോയിക്കല്ല വേണ്ടത്, അവനെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടത്, അങ്ങനെ ആകുമ്പോൾ ജലജയും കൂടെ പുറത്താക്കേണ്ടി വരും, പിന്നെ അപ്പം നവ്യമോളും കുഞ്ഞിനെയും കൊണ്ട് പടിയിറങ്ങേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതൊന്നും പറയാതിരിക്കുന്നതെന്ന് മുത്തശ്ശിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നയനയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയനയടുത്ത് ചോദിക്കും, മോളെന്തിനാ അച്ഛൻ്റെ അമ്മയടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കും. നയനയാണെങ്കിൽ പറയുന്നുണ്ട്, അഭിയാണെങ്കിൽ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാണ് ആദർശേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്, അപ്പം ആദർശേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒരുപാട് പൈസകളും അഭി തട്ടിയെടുത്തിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയന. അതുകൊണ്ടാണ് ഈ വീട്ടിലുള്ളവരടുത്ത് ഞാൻ ചന്തുമോളെ കാര്യം തുറന്ന് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശിയെടുത്തും. നമ്മൾ അഭിക്കാണെങ്കിൽ ഒരു ബ്രാഞ്ചൊക്കെ കൊടുക്കാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ബ്രാഞ്ചൊന്നും കൊടുക്കുന്നില്ല, അവനെ ട്രസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുകയാണ്, ആദർശിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനെന്നൊക്കെ പറയും.
മുത്തശ്ശൻ പറയുന്നുണ്ട് കനകയെടുത്തും ഗോവിന്ദൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചോളാം എന്ന് അങ്ങനെ മുത്തശ്ശൻ പറയുമ്പം നയന പറയും അച്ഛനും അമ്മയും പോയെന്ന് പറയും. അപ്പോഴത്തേക്ക് മുത്തശ്ശി ചോദിക്കും അവരൊന്നും കഴിക്കാതാണോ പോയെന്ന് ചോദിക്കുമ്പം നയന പറയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ കഴിക്കാനാന്നൊക്കെ പറയുമേ. അവരിപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാലും അവർക്കത് പിന്നെ വീണ്ടും വിഷമമല്ലേ. കാര്യം വെച്ചാൽ നവ്യേച്ചിയും അഭിയും നല്ല രീതിയിൽ പോകുന്നെന്നൊക്കെ അവർ വിചാരിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ നയന മുത്തശ്ശനോടും മുത്തശ്ശിയടുത്തും പറയുന്നുണ്ട് കേട്ടോ. കാണിക്കാൻ നമ്മൾ ആദർശാണെങ്കിലും മുകളിൽ ഇങ്ങനെ നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഇത് കാണിച്ചിട്ടാണ് നമ്മൾ എപ്പിസോഡ് അവസാനിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതലുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.